ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി ആണെങ്കിൽ മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. വന്നിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ നിഷയുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജുബാനയുടെ ഭർത്താവ് മനോഹർ ആണെന്ന് എന്തായാലും മനസ്സിലായി. പിന്നെ ആ പെൺകുട്ടിയുമായി മറ്റൊരു പെൺകുട്ടിയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ദൃശ്യവും കണ്ടിട്ടുണ്ട് ശാരി. പിന്നെ ഇനി അടുത്തത് തീർക്കേണ്ടത് ഇനി നമ്മുടെ നിഷയുടെ കാര്യമാണ്. അപ്പൊ അതിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കാണിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, നോക്കട്ടെ ഞാൻ. അപ്പൊ ഡേറ്റ് ഒക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേഡം ഇരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ശാരി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം നോക്കിയിട്ട് CCTVയിൽ പറയുന്നുണ്ട്, അന്നത്തെ ദിവസമായ ഒരു കല്യാണം മാത്രമേ നടന്നിട്ടുള്ളൂ, നിഷ റോഹൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മുടെ മനോഹറിന്റെ മുഖം മറച്ചിട്ടാണല്ലോ അന്ന് ഇരുന്നത്. കല്യാണിയൊക്കെ വന്ന സമയത്ത് മുഖം മറച്ചിരുന്നല്ലോ മനോഹർ. ആ ഒരു കാര്യമാണ് കാണുന്നത്. അപ്പം ശാരി പറയുന്നുണ്ട്, അല്ല ഇതില് മുഖം മറച്ചിരിക്കുകയാണല്ലോ ചെക്കൻ എന്ന് പറയുമ്പോൾ, അപ്പൊ ചെക്കനെയാണല്ലേ കാണേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതേ എന്ന് ശാരി പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചെക്കനെ മുഖം മറയ്ക്കാത്തൊരു ഭാഗമുണ്ട്, കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് വീണ്ടും അയാൾ അതൊക്കെ നോക്കി നമ്മുടെ മനോഹർ മുഖം മറയ്ക്കാത്ത കാര്യം കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടിട്ട് നമ്മുടെ ശാരി ആകെ ഒന്ന് ഞെട്ടിധരിച്ച് നിൽക്കാണ്. അപ്പൊ എന്താ പറ്റിയത് മേഡം, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ ചെറുക്കൻ മേഡത്തിന്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു. ഈ പെൺകുട്ടി മേഡത്തിന്റെ വല്ല റിലേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നതിന് എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ശാരി ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്നൊരു കുപ്പി വെള്ളം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആകെ വല്ലാത്തൊരു അവശയായ നിലയിൽ ശാരി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയാണ്. അപ്പോൾ ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആളെ ശാരിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരി അങ്ങനെ വീട്ടിലേക്ക് വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കല്യാണിയും കിരണും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിക്കാല് വെച്ചിട്ട് കല്യാണിയെ ഒന്ന് ചവിട്ടുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മയെ ചവിട്ടില്ലടാ, എന്താണ് ഇങ്ങനെ, അച്ഛനെ പോലെ തന്നെ ഇവൻ വളർന്നു വരുമ്പോൾ ജിമ്മനാവുന്ന തോന്നുന്നത് എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയാണ്, എന്നെ പോലെയല്ല, നീ മോശമൊന്നുമില്ലല്ലോ, നിന്റെ കൈക്കൊക്കെ നല്ല ബലാണ്, നീയുമായിട്ട് പഞ്ചഗുസ്തിയിൽ ഞാൻ ഏർപ്പെട്ടാൽ നീയായി ജയിക്കുക, ഞാൻ തോൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനൊക്കെ കളിപ്പിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശാരി കാറിൽ വന്ന് നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ശാരി ഇറങ്ങുമ്പോൾ ശാരി ഇങ്ങനെ നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും. അപ്പോൾ കിരൺ പറയാണ്, നമ്മൾ ഇവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ച് ഇനി അവരെ കാണിക്കാൻ വേണ്ടി കളിപ്പിക്കുകയാണെന്ന് പറയും. അങ്ങോട്ട് നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശാരി ആണെങ്കിൽ പിന്തിരിഞ്ഞ് അവരെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, അവൾക്ക് പകരം എൻ്റെ മകളായിരുന്നു അവിടെ ഇരിക്കേണ്ടത്, അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ ജീവിതം എത്ര സുന്ദരമായേനെ, സന്തോഷം നിറഞ്ഞതായേനെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പൊ കല്യാണി കിരണിനോട് പറയുന്നുണ്ട്, എന്ത് കുഴപ്പമുണ്ടല്ലോ, ആൻറ്റി ഇങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നത്, എന്തൊക്കെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പോയി ചോദിക്കണോ എന്ന് പറയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ശാരി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ കല്യാണി പറയാണ്, എങ്കിലും അവരുടെ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അധികം അവരോട് സഹതാപമൊന്നും വേണ്ട, കാരണം എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അകറ്റി നിർത്തിയതൊക്കെ അവരും കൂടി അവരുടെ ഭർത്താവൊക്കെ കൂടിയിട്ടാണ്. എൻ്റെ അമ്മയാണ് അവരെ വിവാഹത്തിൽ, അവരുടെ ചേട്ടനുമായിട്ടുള്ള വിവാഹത്തിൽ ഇവരധികം കഴിവില്ലാത്തൊരു സ്ത്രീയൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയാണ് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും കല്യാണം കഴിപ്പിച്ചതും. അങ്ങനെ ഒരു അമ്മയെയാണ് ചതിച്ചത് അവര്, അതുകൊണ്ട് അത്ര സഹതാപമൊന്നും വേണ്ട എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വീണ്ടും കുഞ്ഞിനെ കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ശാരി അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയാണെങ്കിൽ ബഗാസുരൻ തൻ്റെ ഫോണിൽ കല്യാണിയുടെയും കിരണിന്റെയും ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഇവളെ ഒഴിവാക്കണം, ഇവളെ ഒഴിവാക്കിയിട്ട് ഇവളുടെ സ്ഥാനത്ത് എൻ്റെ മകളെ കൊണ്ടുവരണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഫോട്ടോ. അപ്പോഴാണ് ശാരി അകത്തേക്ക് വരുന്നത്. അപ്പൊ ശാരി വരുമ്പോൾ ശാരി വന്ന ഉടനെ തന്നെ രാഹുൽ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാണ്. അപ്പൊ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശാരി പറയാണ്, നിങ്ങളെ ഇങ്ങനെ നോക്കാണ്ട് പിന്നെ എങ്ങനെയാണോടോ നോക്കേണ്ടത് എന്ന് ചോദിക്കാണ്. നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിനി പറ്റാനൊന്നുമില്ല, എനിക്ക് പറ്റേണ്ടതൊക്കെ പറ്റിക്കഴിഞ്ഞു. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, അവരെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാ ആണുങ്ങളെയും അല്ല, ചില ആണുങ്ങളെ എന്ന് പറഞ്ഞിട്ട്
ഷാരി അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. നിനക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മകൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, നിങ്ങൾ മകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്നോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രാഹുലിന്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയാണ് ഷാരി. കൊല്ലും നിങ്ങളെ ഞാൻ, നിങ്ങൾക്ക് ഇത്തിരി വിഷം തന്ന് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം തന്ന് നിങ്ങൾക്ക് ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നാൽ അത് ചെയ്യടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇത് കണ്ടിട്ട് നേരെ അവിടേക്ക് നമ്മുടെ സരയ് വരെയാണ്. അപ്പൊ സരയ് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നിങ്ങൾക്കിടയിൽ എന്താ എപ്പോഴും പ്രശ്നമാണല്ലോ, അമ്മ എന്താ അച്ഛനെ കാണുമ്പോൾ ഏതു നേരം വഴക്കും പ്രശ്നങ്ങളൊക്കെ, എനിക്കിവിടെ ഈ വീട്ടിൽ ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥ, എനിക്കൊരു കണ്ണൂല ചൂടില്ല, സ്വസ്ഥതയില്ല, ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് മനുവേട്ടൻ അധികം നേരം ഇവിടെ നിൽക്കാതെ മനുവേട്ടൻ പുറത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ അമ്മയുമായിട്ടാണ് ഞാൻ അമേരിക്കയിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇനി അത് ചെയ്യില്ല. ഞാനും മനുവേട്ടനും മാത്രമേ പോകുള്ളൂ. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിവിടെ വന്ന് കണ്ടോളാം എന്ന് പറയുമ്പോൾ രാഹുൽ പറയുകയാണ്, അത് നടക്കാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട സരയു എന്ന് പറയുമ്പോൾ നടക്കാത്ത കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് സരയു. അപ്പൊ ആ സമയത്ത് ഷാരി പറയാണ്, കണ്ട നിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാം, ഈ കാര്യം നടക്കില്ലെന്ന് അയാൾക്ക് നേരത്തെ തന്നെ അറിയാം, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സരയു. അപ്പൊ ആ സമയത്ത് അതേ മോളെ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നു. നിങ്ങളെ രണ്ടുപേരെയും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ആയാലും എങ്ങനെയാണ് ശരിയാവുക? ഒരു സ്വസ്ഥതയില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെന്നാൽ കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പോയി മാറി താമസിക്കുക, അമേരിക്കയിലോട്ട് പോകുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അമേരിക്കയിലോട്ട് പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ ഷാരി പറയാണ്. നമ്മുടെ സരയ് പറയാണ്. അതൊക്കെ കേട്ട് ദേഷ്യം വന്ന് അപ്പോഴാണ് കുഞ്ഞ് കരയുന്ന അച്ഛൻ കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ കരയാതിരിക്കും? കുഞ്ഞ് എഴുന്നേറ്റു, മോൾക്ക് വല്ല സ്വസ്ഥത ഉണ്ട് അവിടെ ഉറങ്ങാനായിട്ട്, സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും ഇവിടെ പറ്റില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സരു അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഷാരി രാഹുലിനെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങളാണ് എല്ലാത്തിനും കാരണം, നിങ്ങൾ ചതിയനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം സരയു തൻ്റെ കുഞ്ഞിനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാരി അവിടേക്ക് വരുന്നുണ്ട്. വളരെ വിഷമത്തോടു കൂടി ആ ഒരു കാഴ്ച ആ ഡോറിന്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാണ്. പെട്ടെന്ന് പെൺതിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. എന്താ അമ്മ എന്ത് ഇങ്ങനെ നിൽക്കണേ എന്ന് ചോദിക്കണം. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് അമ്മ ഒരു കാര്യം ചെയ്യും, ഞാനെന്നാ എൻ്റെ മനുവേട്ടനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നീ മനുവേട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന പറയണേ, നീ നിന്റെ മനുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? നിന്റെ മനുവിൻ്റെ അച്ഛനെയും അമ്മയെ നീ അന്ന് കല്യാണ ദിവസം കണ്ടതല്ലാതെ മറ്റൊരു ദിവസം നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഷാരി ചോദിക്കുകയാണ്. ഇപ്പം എന്താ അമ്മയുടെ പ്രശ്നം? എന്നാ മനുവേട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ നിന്നോളാം, അതല്ല അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ആ കുഞ്ഞിനെ തൊട്ടിലോ നാട്ടി എന്നും പറഞ്ഞ് സരയു അവിടെയൊന്നും പോവുകയാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ അരികിൽ വന്നിട്ട് ഷാരി ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഇപ്പൊ അവനോടുള്ള ദേഷ്യം ഈ കുഞ്ഞിനോടുണ്ട് എനിക്ക്. ഈ കുഞ്ഞ് ജനിക്കരുതായിരുന്നു. ആദ്യമേ ഈ സത്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ ബകാസുരന്റെ കൂടെ നിന്നിട്ട് ഈ കുഞ്ഞിന് ജനിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഷാരി നേരെ വിളിക്കുന്നത് മനോഹറിനെയാണ്. അപ്പോൾ മനോഹർ ഇങ്ങനെ കാറിൽ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ മനോഹറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മനു നീ എവിടെയാ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ. മനുമോനെ എന്നുള്ള വിളിയൊക്കെ പോയിട്ട് അപ്പോൾ എന്താ അമ്മേ, ഞാൻ ഇവിടെ അടുത്തുണ്ട്, എന്താ വേണ്ട അമ്മ, എവിടേക്കാ കാണണമെന്ന് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ ഞാൻ അവിടേക്ക് വരാമെന്ന് ഷാരി പറയുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ വരാം. അതെ പിന്നെ ബ്രസീലിൽ 2 ആൾക്കാരെ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് എന്ന് ചോദിക്കും. ഷാരി ചോദിക്കുകയാണ്, ബ്രസീലിൽ നിന്ന് നെയ്മറും പെലെയുമാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ അങ്ങനെ എന്നിട്ട് ചോദിച്ചേ നിങ്ങൾ പറയാണ്. അല്ല എനിക്കൊക്കെ അറിയാവുന്ന ബ്രസീലിൽ അറിയപ്പെടുന്ന 2 പേര് അവരാണോ വന്നതെന്ന് ചോദിച്ചതാണ്. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ തമാശ പറയാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് മനോഹർ. അതെ തമാശ പറയാൻ തുടങ്ങി, എനിക്ക് എന്തായാലും നിന്നെ ഒന്ന് കാണണം. കാണാലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെയോ സംശയങ്ങൾ കൂടി കയറിയിട്ടുണ്ടായി എൻ്റെ അമ്മായിമ്മയുടെ മനസ്സിൽ, അതെന്തായാലും തീർത്തു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെയും അതുപോലെ കാർത്തികയും കൂടിയിട്ട് ലക്ഷ്മിയുടെ ഹോട്ടൽ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ കാർത്തിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചുറ്റും കണ്ണുകളുണ്ട്, അമ്മയെ കൊല്ലാനായിട്ട് ഏത് സമയത്തും വേണമെങ്കിലും വാടക കൊലയാളി വരും, അതുകൊണ്ട് അമ്മ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അമ്മ എന്തായാലും കരുതിയിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അമ്മയ്ക്ക് ചുറ്റും കിരണിന്റെ അച്ഛൻ സേനൻ സാറൊക്കെ ഒരു വല വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും പറ്റില്ല, എങ്കിലും ശ്രദ്ധിക്കണം. റിസപ്ഷനിൽ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉവ്വ മോളെ പറഞ്ഞിട്ടുണ്ട്, അവര് ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് നമ്മളുടെ ഒരുപാട് അടുത്തറിയുന്ന ഒരാളല്ലേ, അയാൾ ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ടലിലല്ലേ അയാൾ താമസിക്കാറ്, അതുകൊണ്ട് അയാൾ അത് കൃത്യമായിട്ട് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയും പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് വാടക കൊലയാളി ആ ഹോട്ടലിലേക്ക് ബൈക്കിൽ ഇങ്ങനെ വരുന്നത്. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് അവിടെ റൂം എടുക്കാനുള്ള പരിപാടിയാണ്. ലിഫ്റ്റിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്